മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയനായ വിമലച്ചൻ, ഇടവകയുടെ സഹകാരിയും എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനുമായ ജിതിൻ ജോസഫ് അച്ഛൻ, കുടശനാട് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലെ പള്ളി ഭാഗം യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലക്കാരെ, ഈ സന്ധ്യയിൽ ഈ ഗൂഗിൾ മീറ്റിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. എല്ലാവർക്കും മനോഹരമായ ഒരു സന്ധ്യ ആശംസിക്കുകയും ചെയ്യുകയാണ്. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു വിശ്വാസ പഠന ക്ലാസ് ക്രമീകരിക്കുവാൻ കാണിച്ച ഉത്സാഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ തന്നെ ഇത് ക്രമീകരിക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ളൊരു വസ്തുതയാണ്. വേദ പഠനം നിർവഹിക്കുവാനും സഭയുടെ ആരാധനയും വിശ്വാസവും ഒക്കെ പഠിക്കാൻ കിട്ടിയ ഒരു അവസരം, അത് ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതിൽ എല്ലാ അഭിനന്ദനങ്ങളും പ്രത്യേകിച്ച് നേരുന്നു. ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന് അത് രൂപപ്പെടുത്തിയ എല്ലാവരെയും പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുകയും ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പഠനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമായി ക്രമീകരിച്ചിട്ടുള്ളത് കൂദോഷീത്തോയുടെ ദൈവശാസ്ത്രം എന്ന വിഷയമാണ്. കൂദോഷീത്തോയെ സംബന്ധിച്ചുള്ള ഒരു ലഘു പഠനമാണ് നിർവഹിക്കുന്നത്. 1 മണിക്കൂറാണ് എങ്കിൽ തന്നെയും ഏകദേശം ഒരു അരമണിക്കൂറിന് ഒരല്പം കൂടെ എടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. തുടർന്ന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ചിന്തകളോ ഒക്കെ നമുക്ക് പരസ്പരം പങ്കുവെക്കുകയും ചെയ്യാം. നമുക്കറിയാവുന്നതുപോലെ ഈ കൂദോഷീത്തോ സഭയുടെ ആരാധനാ വർഷത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് എന്ന് നമുക്ക് അറിയാം. പ്രത്യേകിച്ച് ആരാധനാ വർഷത്തിന്റെ 1ാമത്തെ ഞായറാഴ്ചയാണ്. അതിനെ സംബന്ധിച്ച് പറയുന്നത് ഈ ഒക്ടോബർ മാസത്തിലെ 30ഓ 31ഓ ഞായറാഴ്ചയായി വന്നാൽ അന്നും, അല്ല എങ്കിൽ നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയുമായിട്ടാണ് കൂദോഷീത്തോയുടെ ക്രമീകരണം പ്രധാനമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് ഈ സഭയുടെ ആരാധനാ വർഷം അത് അറിയുന്നത് പോലെ 7 ആരാധനാ കാലഘട്ടമായിട്ട് പ്രത്യേകമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ആരാധനാ കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഇത്. അതിൽ തന്നെ 2 ഞായറാഴ്ചകൾ, ആദ്യത്തെ കൂദോഷീത്തോയും കൂദോസീത്തോയും, സഭയുടെ ശുദ്ധീകരണം എന്നും സഭയുടെ പ്രതിഷ്ഠ എന്നും വിളിക്കുന്ന 2 ഞായറാഴ്ചകൾ സഭയുടെ പ്രത്യേകമായ ചിന്തകളും ധ്യാനങ്ങളും കൊണ്ട് നിറയുന്ന 2 ദിവസങ്ങളായിട്ടാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഈ ആരാധനാ വർഷത്തിന്റെ ഒരു ആമുഖം, അതിനെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം ഈ ലോകത്തിലെ എല്ലാ കലണ്ടറുകളും ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നുകിൽ സൂര്യന്റെ ഗതി അനുസരിച്ച് അല്ലെങ്കിൽ ചന്ദ്രന്റെ ഗതി അനുസരിച്ചാണ്. അത് നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ സാധാരണ കലണ്ടർ, അത് സൂര്യന്റെ ഗതി അനുസരിച്ചാണ് അതിൻ്റെ കാലങ്ങളും സമയങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റു ചില കലണ്ടറുകളാണെങ്കിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഹിജ്റ ഇതുപോലുള്ള കലണ്ടറുകൾ അല്ലെങ്കിൽ യഹൂദന്മാരുടെ കലണ്ടറുകളൊക്കെ അത് ചന്ദ്രന്റെ ഗതി ആയിട്ട്, ചന്ദ്രന്റെ ഗതിയും അതിന്റെ തിരിച്ചിലും ഒക്കെ ആധാരമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയാണ് അത് ക്രമീകരിച്ചത്. എന്നാൽ ഈ ആരാധനാ വർഷത്തിന്റെ കേന്ദ്രം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ആരാധനാ വർഷത്തിന്റെ കേന്ദ്രം പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരവും അവന്റെ രക്ഷണീയമായ പ്രവർത്തനങ്ങളിൽ അതിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഒരു പേരാണ് ആരാധനാ വർഷം എന്നുള്ളത്. അതുകൊണ്ട് ഈ ആരാധനാ വർഷം ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്ന് ആദ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്തിനാണ് ആരാധനാ വർഷം ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, അതിന്റെ അർത്ഥം ക്രിസ്തുവിലൂടെയുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിലൂടെ അവന്റെ ആഗമനം മുതൽ പുനരാഗമനം വരെയുള്ള എല്ലാ സംഭവങ്ങളെയും അതിലൂടെ സഞ്ചരിക്കുവാനും അതിനെ ധ്യാനിക്കുവാനും അത് വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമാക്കി തീർക്കുവാനുള്ള ഒരു വലിയ പ്രയോഗവും അല്ലെങ്കിൽ വലിയൊരു നിയോഗമാണ് ഈ ആരാധനാ വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാധനാ വർഷത്തിന്റെ കേന്ദ്രം അത് ക്രിസ്തുവാണ് എന്ന് പ്രധാനമായിട്ട് ചിന്തിക്കണം. ഇനിയും ഈ കൂദോഷീത്തോ 2 വാക്കുകളാണ് അതിനകത്തുള്ളത്. 1ാമത്തെ വാക്ക് എന്ന് പറയുന്നത് കൂദോഷ് എന്നും ഈത്തോ എന്നും ആണ് 2 വാക്കുകൾ. നമുക്കറിയാം അതിലെ 2ാമത്തെ വാക്ക് ഈത്തോ,
ഈത്തോ എന്ന് പറഞ്ഞാൽ സഭ എന്നാണ് അതിന്റെ അർത്ഥം. ഈ കൂദോഷ് എന്ന വാക്കിന് പല അർത്ഥങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ട് കാണുവാനായിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ അർത്ഥം ശുദ്ധീകരണം എന്നൊരു അർത്ഥമുണ്ട്. കോൺസക്രേഷൻ അല്ലെങ്കിൽ കൂദാശ എന്ന ഒരു അർത്ഥം അതിനുണ്ട്. പ്യൂരിഫിക്കേഷൻ എന്നൊരു അർത്ഥം അതിനകത്തുണ്ട്. അങ്ങനെ ഇത് സഭയുടെ ശുദ്ധീകരണവും സഭയുടെ കൂദാശയും സഭയുടെ ഒരു നിർമ്മലീകരണവും ഒക്കെ ആയിട്ട് അതിനെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് അതിന് മറ്റൊരു അർത്ഥമുള്ളത് വേർതിരിക്കപ്പെടുക എന്നൊരു അർത്ഥം കൂടെയുണ്ട്. സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. അത് പ്രത്യേകിച്ച് ഈ കൂദോഷ് എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം കൂടിയാണ് വേർതിരിക്കപ്പെടുക. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു നിയോഗത്തിന് വേണ്ടി അതിനെ വേർതിരിച്ചു വെക്കുന്നതിനെയാണ് ഈ കൂദോഷ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും ഇതിന്റെ ഒരു ആത്മീയമായ അർത്ഥം നമ്മൾ പഠിച്ചാൽ, അല്ലെങ്കിൽ ആത്മീയമായ ഒരു അർത്ഥത്തിലേക്ക് കടന്നു വന്നാൽ, ഈ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമായ സഭ. അപ്പോൾ ക്രിസ്തു വിശുദ്ധമായതുപോലെ ക്രിസ്തുവിന്റെ ഗാത്രമായ സഭയും വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വലിയ അവസ്ഥയാണ് ഈ കൂദോഷീത്തോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ കൂദോഷീത്തോ സഭ ക്രിസ്തു ഗാത്രമാകുന്ന സഭയുടെ ഒരു ശുദ്ധീകരണമാണ് എന്ന് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇനിയും ഈ കൂദോഷീത്തോയെ എങ്ങനെയാണ് അത് രൂപപ്പെട്ടു വന്നത് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്നാണ് അത് തുടക്കം കുറിച്ചതിനെ കുറിച്ച് ഒരു വ്യക്തമായ മറുപടി നൽകുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. പക്ഷേ മൂന്ന് ചിന്തകൾ അല്ലെങ്കിൽ മൂന്ന് തിയറികൾ ഈ കൂദോഷീത്വവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഒന്നാമതായിട്ട് ഈ കൂദോഷീത്വം അത് തിയറി ആയതുകൊണ്ട് അതിൽ എത്രമാത്രം സത്യവും യാഥാർത്ഥ്യവും ഉണ്ട് എന്നത് നമുക്കറിയില്ല. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മൂന്ന് തിയറികളാണ് ഈ സഭയുടെ ശുദ്ധീകരണമായിട്ട് ചേർത്ത് അവർ ചിന്തിക്കുന്നതും അവര് പഠിപ്പിക്കുന്നതും. ഒന്നാമത്തേത് AD 335 സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് കർത്താവിന്റെ കബറിട പള്ളി അല്ലെങ്കിൽ ഹോളി സപ്പൽക്കർ ചർച്ച്, കർത്താവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളി കോൺസ്റ്റന്റൈൻ അത് നവീകരിച്ച് കൂദാശ ചെയ്യുന്നത് ആ ദിവസമാണ്. എന്നാൽ അതിനുശേഷം വരുന്ന എല്ലാ വർഷങ്ങളിലും അതിന്റെ ഒരു അനുസ്മരണം എന്ന നിലയിൽ അത് ആചരിച്ചിരുന്നു എന്നും പിന്നീട് അതിന്റെ വാർഷിക ആഘോഷം പിന്നീട് ക്രമേണയായിട്ട് അത് ഒക്ടോബറിലേക്കും അല്ലെങ്കിൽ നവംബർ മാസത്തിലേക്ക് മാറി എന്നാണ് ഒരു ചിന്ത പ്രധാനമായിട്ട് പറയുന്നത്. അതായത് കർത്താവിന്റെ കബറിട പള്ളിയുടെ കൂദാശയുമായി ബന്ധപ്പെട്ടാണ് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു തിയറി അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തേത് അങ്ങനെയല്ല. രണ്ടാമത്തേത് റോമുമായിട്ട് ബന്ധപ്പെട്ടാണ്. റോമിലെ ഈ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്രിസ്തീയ മതം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ പേര് പാന്തയോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അനേക ദൈവങ്ങൾ അല്ലെങ്കിൽ ദൈവങ്ങളുടെ കേന്ദ്രം എന്നാണ് പാന്തയോൺ എന്ന്. പ്രത്യേകിച്ച് പാന്തയോൺ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ക്ഷേത്രമായിട്ടാണ് അതിനെ കരുതുന്നത്. സൂര്യന്റെ ക്ഷേത്രമാണെങ്കിൽ തന്നെയും അനേക വിജാതീയ ദേവന്മാരുടെ ഒരു ക്ഷേത്രമായിരുന്നു. എന്നാൽ ക്രിസ്തീയ സഭ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ റോമിൽ ശക്തമായ സമയത്ത് AD 609 എന്നും 610 എന്നും പറയുന്നുണ്ട്. പോപ്പ് ബോണിഫസ് നാലാമൻ അദ്ദേഹം ഈ പാന്തയോൺ ഒരു ക്രിസ്തീയ ദേവാലയമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നും റോമിൽ ചെന്നാൽ ഈ പാന്തയോൺ കാണാനായിട്ട് സാധിക്കും. ഇന്ന് പാന്തയോൺ ഒരു ക്രിസ്തീയ ദേവാലയമാണ്, റോമൻ കത്തോലിക്ക സഭയുടെ ഒരു ദേവാലയമാണ് അത്. അതായത് അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഫോക്കാസ് അത് ഈ പോപ്പിന് നൽകുകയും അദ്ദേഹം ഒരു ക്രിസ്തീയ ദേവാലയമായിട്ട് അതിനെ കൂദാശ ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ദേവാലയത്തിൽ ഈ കൂദാശയോടനുബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ പീഡന കാലത്ത് രക്തസാക്ഷിത്വം വഹിച്ച അനേകരുടെ തിരുവിശേഷിപ്പുകൾ അവിടെ പ്രതിഷ്ഠിച്ചു എന്നും പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്. അതായത് ഈ കൂദാശ ദിനത്തിൽ ക്രിസ്തീയ രക്തസാക്ഷികളുടെ അതിനെക്കുറിച്ച് പറയുന്നത് 28 ലോഡ് രക്തസാക്ഷികളുടെ അസ്ഥികൾ അവിടെ പ്രതിഷ്ഠിച്ചു എന്ന് അതിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പ്രതിഷ്ഠയുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ടാണ്
ഈ സഭയുടെ ശുദ്ധീകരണത്തിന്റെ അല്ലെങ്കിൽ സഭ കൂദോശീത്തോ എന്ന പെരുന്നാൾ വന്നത് എന്നാണ് രണ്ടാമത്തെ ഒരു തിയറി പറയുന്നത്. മൂന്നാമത്തേത് കുറച്ചുകൂടെ ലേറ്റർ ആയിട്ടാണ് 731 31 മുതൽ 41 വരെ റോമൻ പോപ്പായിരുന്ന ഗ്രിഗറി മൂന്നാമൻ അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് ബസലിക്കായില് എല്ലാ വിശുദ്ധന്മാരുടെയും നാമത്തിൽ ഒരു ചാപ്പൽ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഓർമ്മ ദിനമായിട്ടാണ് ആകാം ഇത് ഈ കൂദോശീത്തോ പെരുന്നാൾ വന്നത് എന്ന് രൂപപ്പെട്ടു വന്നത് എന്ന് ഈ 3 തിയറികളാണ് അതിനെക്കുറിച്ച്. പക്ഷേ വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ എന്താണ് എന്ന് പറയുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അന്നത്തെ ഈ കൂദോശീത്തോയിലെ വായനകളിൽ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ആരാധനയുടെ വായനകളൊക്കെ പരിശോധിച്ചാൽ, അത് അന്ന് ഉപയോഗിക്കുന്ന പ്രൊമിയോനുകളാണെങ്കിലും അന്നത്തെ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും ദേവാലയ കൂദാശയിൽ ഉപയോഗിക്കുന്നതായ പ്രാർത്ഥനകളാണ് അതിൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാലായിട്ട് മനസ്സിലാകും. ദേവാലയ കൂദാശയിൽ ഉപയോഗിക്കുന്ന പ്രൊമിയോൻ സദ്രാകളും എത്രോകളും ഒക്കെയാണ് അന്നത്തെ ദിവസവും, അത് 2 ഞായറാഴ്ചകളിലും കൂദോശീത്തോയിലും ഹൂദോസീത്തോയിലും ഇങ്ങനെയുള്ള ഈ 2 പെരുന്നാളിലും പള്ളി കൂദാശയുമായി ബന്ധപ്പെട്ടുള്ള അന്ന് ഉപയോഗിക്കുന്നതായ പ്രൊമിയോനുകളും പ്രാർത്ഥനകളുമാണ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് കാണും. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദേവാലയ കൂദാശയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അത് ഈ കൂദോശീത്തോ ശുദ്ധീകരണ പെരുന്നാൾ വന്നത് എന്ന് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും അതിന് എന്തിനാണ് ഈ കൂദോശീത്തോ എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടാടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനാ വർഷത്തിന്റെ തുടക്കമായിരുന്നു, അല്ലെങ്കിൽ ആരാധനാ വർഷത്തിന്റെ 1ാമത്തെ ഞായറാഴ്ച. അതിനെക്കുറിച്ച് ഭാഗ്യവാനായ വിശുദ്ധനായ സേവേറിയോസ്, നമ്മൾ 5ാമത്തെ തുബ്ദയിൽ ഓർക്കുന്ന വിശുദ്ധനായ സേവേറിയോസ് പറയുന്നൊരു ചിന്തയുണ്ട്. അദ്ദേഹം പറയുന്നത്, അതായത് ഈ ആണ്ടിന്റെ ആരംഭത്തിൽ സഭ ശുദ്ധീകരിക്കപ്പെടണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് കർത്താവിന്റെ രക്ഷണീയമായ രഹസ്യങ്ങളെ വർഷം മുഴുവൻ അതിലൂടെ സ്വീകരിക്കപ്പെടുവാൻ യോഗ്യനായി തീരേണ്ടതിന്, അല്ലെങ്കിൽ യോഗ്യമായി തീരേണ്ടതിന് സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ ആദ്യമായി കൊണ്ടാടണമെന്ന് അദ്ദേഹം പറയും. അതായത് സഭയുടെ ശുദ്ധീകരണത്തിലൂടെയാണ് കർത്താവിന്റെ രക്ഷണീയമായ പ്രവർത്തനങ്ങളെ, കർത്താവിന്റെ വിശുദ്ധമായ രഹസ്യങ്ങളെ അതിലൂടെ സ്വീകരിക്കുവാൻ തക്കവണ്ണം സഭാ മക്കൾക്ക് സാധ്യമാകുന്നു എന്നതുകൊണ്ട് ആ രീതിയിൽ അത് ശുദ്ധീകരണം ആയി അതിനെ കൊണ്ടാടണം എന്ന് പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇനിയും ഇതിന്റെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഴയ നിയമ പശ്ചാത്തലത്തിൽ ഈ കൂദോസ്, അല്ലെങ്കിൽ അതിന് എബ്രായ പദം എന്ന് പറയുന്നത് കാദേശ് എന്നുള്ളതാണ്. അത് 4 സന്ദർഭങ്ങളിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഖാദാസ് എന്ന ആ പദം, അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുക, ടു മേക്ക് ഹോളി, ശുദ്ധീകരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അത് 4 സന്ദർഭങ്ങളിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഈ 4 സന്ദർഭം എന്തൊക്കെയാണ് എന്നും അതിന്റെ ഒരു പാരലായി ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈ ശുദ്ധീകരണം, അല്ലെങ്കിൽ ഈ ഖാദാസ് എന്ന് പറയുന്ന പദം 4 സന്ദർഭങ്ങളിൽ ഉപയോഗിക്കും. ഒന്നാമത്തേത് സമാഗമന കൂടാരത്തിന്റെ ശുദ്ധീകരണത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമത് ദേവാലയത്തിന്റെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൂന്നാമതായിട്ട് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും അഭിഷേകവും അതിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത്. നാലാമതായി ഇസ്രായേൽ ജനത്തിന്റെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേത് ഈ സമാഗമന കൂടാരത്തിന്റെ ശുദ്ധീകരണം എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മളത് വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മൾ അത് പഠിക്കുന്ന സന്ദർഭത്തിൽ സമാഗമന കൂടാരം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച്, അത് ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചുമാണ് പറയുന്നത്. അവിടെ മോശ ഈ സമാഗമന കൂടാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മോശ അത് ശുദ്ധീകരിക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് അവിടെ പറയുന്നത് സമാഗമന കൂടാരത്തെ മാത്രമല്ല, പുരോഹിതന്മാരെയും അവിടെ ശുദ്ധീകരിക്കുന്നുണ്ട്. അവരെ 12-ാമത്തെ വാക്യം വായിക്കുള്ള അഹറോനെയും പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി വിശുദ്ധ വസ്ത്രം ധരിച്ച് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അങ്ങനെ ഈ പുരോഹിതന്മാരെയും ഈ
സമാഗമന കൂടാരത്തെയും ശുദ്ധീകരിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. 40-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഈ ശുദ്ധീകരണം കഴിയുമ്പോൾ അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുകയാണ്, ഈ ശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തേജസ്, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ മറച്ചു. മേഘം സമാഗമന കൂടാരത്തിൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ പറയുന്നത് ഈ സമാഗമന കൂടാരത്തിന്റെ ശുദ്ധീകരണം കഴിഞ്ഞപ്പോഴാണ് ദൈവിക തേജസ് ആ കൂടാരത്തിന്മേൽ വസിക്കുന്നത്. അപ്പോൾ ഈ ശുദ്ധീകരണവും ഈ യഹോവയുടെ തേജസ്സും ഇത് രണ്ടും ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്, അതായത് ശുദ്ധീകരണത്തിലൂടെയാണ് ദൈവിക തേജസ് കൂടാരത്തിന്മേൽ വസിച്ചത്. അതുകൊണ്ട് ഈ കൂടാരം, ആ സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇതിന് സമാന്തരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഈ സഭ മനസ്സിലാക്കുന്നത്, സഭ ഓർക്കുന്നത് കൂടാരത്തിൽ വസിക്കുന്ന ഒരു ദൈവത്തെ അല്ല, അതായത് പിന്നെ കൈപ്പണിയായ ആലയത്തിൽ പാർക്കുന്ന ഒരു ദൈവത്തെ അല്ല, മറിച്ച് ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയിൽ വസിക്കുന്നതിനെ സംബന്ധിച്ചാണ്. സഭയിൽ വസിക്കുന്ന ആ കർത്താവിന്റെ സഭയാകുന്ന സഭയുടെ ശുദ്ധീകരണവും അതിൽ വസിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് നമ്മുടെ ബോധ്യം. പഴയ നിയമ കാലഘട്ടത്തിൽ സമാഗമന കൂടാരത്തിൽ വന്ന് വസിക്കുന്ന യഹോവയുടെ മഹത്വം അത് സഭയിലേക്ക്, അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് വന്ന് വസിച്ച് സഭാ മക്കളെ വിശുദ്ധീകരിക്കുന്നു എന്നതാണ് അതിലെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായിട്ട് അത് ദേവാലയത്തിന്റെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അത് നമ്മൾ വായിക്കുന്നത് ശലോമോൻ ദേവാലയം നിർമ്മിച്ച് അത് ശുദ്ധീകരിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായവും 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിലും ഈ യഹോവയുടെ ആലയം ശലോമോൻ നിർമ്മിച്ച് അത് ശുദ്ധീകരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, അതിൽ ദീർഘമായ ഒരു പ്രാർത്ഥനയുണ്ട്. ശലോമോന്റെ പ്രാർത്ഥന എന്നാണ് അതിനെ പറയുന്നത്. ശലോമോൻ ദേവാലയമൊക്കെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് ഈ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ശലോമോൻ നടത്തുന്ന ഒരു പ്രാർത്ഥന, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഉണ്ടാകേണ്ട അനുഗ്രഹത്തെ സംബന്ധിച്ച്, അവർക്ക് അവരുടെ കൃഷികളെ അനുഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് ദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഈ സഭ എന്ന് പറയാം, അല്ലെങ്കിൽ ദേവാലയം എന്ന് അദ്ദേഹം പറയുന്നത് ദൈവവും സ്വർഗവും ഭൂമിയും തമ്മിൽ ചേരുന്നതായ ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ടാണ് അദ്ദേഹത്തെ കരുതുന്നത്. അതായത് സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന സ്ഥലമാണ് ദേവാലയം എന്ന് അതവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ശലോമോന്റെ ദേവാലയത്തിന്റെ ശുദ്ധീകരണമായിട്ട് ബന്ധപ്പെടുത്തിയും ഞാൻ നേരത്തെ പറഞ്ഞ കാദാസ് എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പാരലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ എന്ന് പറയുന്നത് ദ ന്യൂ ടെമ്പിൾ, അതായത് പുതിയ ദേവാലയമാണ് സഭ. അവിടെ പരിശുദ്ധാത്മാവിന്റെ ആവാസം മുഖാന്തരം അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറുകയും ആ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറുകയും ചെയ്യുന്നു എന്നതാണ് അവിടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നത്. ഇനിയും മൂന്നാമതായിട്ട് അത് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ശുദ്ധീകരണമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. അത് അവിടെ പറയുന്നതാണ്. അതായത് അത് പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും ഒരു വിശുദ്ധീകരണത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകണമെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചിന്ത, അത് പുറപ്പാട് പുസ്തകത്തിലാണ് അവിടെ വായിക്കുന്നത്. ഈ പുറപ്പാട് പുസ്തകത്തിൽ ഈ പുരോഹിതൻ വെക്കുന്ന ഒരു മുടിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് 39-ാമത്തെ പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം അതിന് 30-ാമത്തെ വാക്യം, അവർ തങ്കം കൊണ്ട് വിശുദ്ധ മുടിയുടെ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന മുദ്രക്കൊത്തായുള്ള ഒരു എഴുത്ത് കൊത്തി അത് മുടിമേൽ കെട്ടേണ്ടതിന് അതിൽ നീല നൂൽനാട ചേർത്ത്
കോർത്തു വെച്ചു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു വിശുദ്ധ മുടിയെക്കുറിച്ച്, പുരോഹിതൻ ഉപയോഗിക്കുന്ന ഒരു മുടിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പഴയ നിയമത്തിലെ ഒരു മുടിയാണ് ഈ വിശുദ്ധ മുടി. അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്ക് പെഷീത്തായിലാണെങ്കിൽ അതിനെ നാസീറൂസോ എന്ന് പറയും. നാസീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാസീർ ആയിരിക്കണം, യഹോവയ്ക്ക് നാസീർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കണം. അപ്പോൾ ഈ മുടിയുടെ പേര് ദ ഹെയർ ഓഫ് സെപ്പറേഷൻ എന്നാണ്. അതായത് ഒരു വേർപിരിവിന്റെ അല്ലെങ്കിൽ വേർതിരിക്കലിന്റെ മുടി എന്നാണ് അതിന്റെ അർത്ഥം. അത് ഈ ചാസ്റ്റിറ്റി എന്നും അബ്സ്റ്റിനൻസ് എന്നും ഒക്കെ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ ഈ മുടി അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ യഹോവയ്ക്കായി വേർതിരിക്കണമെന്ന് അതവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പുരോഹിതനും വേർതിരിക്കപ്പെടണം, ഇസ്രായേലും വേർതിരിക്കപ്പെടണം. അപ്പോൾ ഇസ്രായേൽ ജനതയും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാകണം. അതാണ് ഈ 2 വാക്യത്തിൽ, അതായത് ലേവ്യ പുസ്തകത്തിന്റെ 11-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലും പുറപ്പാട് പുസ്തകം 39-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലും പറയുന്ന 2 കാര്യങ്ങൾ. അവിടെ പുരോഹിതനും വിശുദ്ധമായിരിക്കണം, ജനവും വിശുദ്ധമായിരിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതിന് സമാനമായിട്ട് നമ്മൾ പുതിയ നിയമ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും എന്ന് തുടങ്ങി പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു പൗരോഹിത്യമാണ്. അതുകൊണ്ട് ഈ പൗരോഹിത്യം എല്ലാ വിശ്വാസികളുടെയും ഒരു ശുദ്ധീകരണത്തിന്റെ നിയോഗമായിട്ട് അല്ലെങ്കിൽ നിയോഗമായിട്ടും അതിനുള്ള ഒരു വഴിയായിട്ടും അത് തിരിച്ചറിയണമെന്നതുകൂടെ അവിടെ പറയുകയാണ്. അപ്പോൾ ഊദോശീത്തം എന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസികളും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു സ്ഥലമായി അല്ലെങ്കിൽ ഒരു ഇടവും ദിനവുമായിട്ട് അത് മാറ്റപ്പെടണം എന്ന് പ്രത്യേകിച്ച് അത് ഓർപ്പിക്കുകയാണ്. ഇനിയും പ്രവാചക ദർശനത്തിൽ ഈ വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിലാണ്. അവിടെയും ഈ പ്രവാചക മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ സ്വർഗീയ ദർശനത്തെ അവിടെ കാണുകയാണ്. എന്നിട്ട് ഈ പ്രവാചക ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെ ഈ ദൈവത്തിലെ അല്ലെങ്കിൽ സ്വർഗത്തിലെ വലിയ ആരാധന കാണുകയാണ്. മാലാഖമാർ അവിടെ 6 ചിറകുള്ള മാലാഖമാർ പറന്നു ചെല്ലുന്നതും 2 കൊണ്ട് അവർ മുഖം മൂടുന്നതും 2 കൊണ്ട് കാല് മൂടുന്നതും 2 കൊണ്ട് പറന്ന് ദൈവം പരിശുദ്ധൻ 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 എന്ന് തുതിക്കുന്നതും ഒക്കെ ഈ കാണുന്നുണ്ട്. ഈ കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, അയ്യോ ഞാൻ അശുദ്ധിയുള്ള മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ഒരു തീക്കട്ട കൊണ്ട് അവന്റെ വായെ തൊടുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചക ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായി ഒരു തീക്കട്ട കൊണ്ട് പ്രവാചകൻ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ശുദ്ധീകരണം കഴിഞ്ഞിട്ടാണ് പ്രവാചകന്റെ ദൗത്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. ദൈവിക ദർശനത്തെ അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ വെളിപാട് കിട്ടുവാൻ യെശയ്യാ പ്രവാചകന് സാധ്യമാകുന്നത് ഈ ശുദ്ധീകരണത്തിലൂടെ. അതുകൊണ്ട് ഈ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അത് ഈ 4 സന്ദർഭങ്ങളിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ ശുദ്ധീകരിക്കുന്ന അനുഭവത്തിലാണ് ദൈവികമാകുന്ന അനുഭവം ഉണ്ടാകുന്നത്. ആദ്യത്തെ സമാപന കൂടാരത്തിൽ അതിനെ ശുദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ യഹോവയുടെ മഹത്വം അതിന്മേൽ വസിക്കുന്നുവെന്ന് അവിടെ കാണുന്നുണ്ട്. പുരോഹിതന്മാരെ ശുദ്ധീകരിക്കുമ്പോൾ അവർ പൗരോഹിത്യ ശുശ്രൂഷയുടെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് അവിടെ കാണുന്നുണ്ട്. ജനത്തെ വിശുദ്ധീകരിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ വിശുദ്ധ ജനമായി മാറ്റപ്പെടുന്നുണ്ട്. അതേപോലെ പ്രവാചകന്റെ അധനങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ പ്രവാചക ദൗത്യത്തിലേക്കും ഈ പ്രവാചകൻ മാറ്റപ്പെടുന്നുണ്ട്. ഇനിയും ഈ അതിലെ ആരാധനയിലേക്ക് വരുമ്പോൾ, കൂദോശീത്തോയുടെ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ സന്ദർഭത്തിൽ 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് പഴയ ഇസ്രായേലിന് പകരമായി പുതിയ ഇസ്രായേലാകുന്ന സഭ എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത. അതായത് പഴയ നിയമ ഇസ്രായേലാകുന്ന ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത പഴയ ഇസ്രായേലിന് പകരമായി ഒരു പുതിയ ഇസ്രായേൽ ആയിട്ട് അല്ലെങ്കിൽ പുതിയ വേർതിരിക്കപ്പെട്ട ജനമായി സഭ മാറ്റപ്പെടുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പഴയ ഇസ്രായേലിന്റെ അതിന് പകരമായി പുതിയ ഇസ്രായേലാകുന്ന സഭ
ക്രിസ്തീയ സഭയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പ്രഭാതത്തിന്റെ സദറാ പ്രാർത്ഥനയിലാണ് ഈ സഭയെയും യഹൂദ സഭയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇത് പറയുമ്പോൾ അവിടെ ഇത് കൂടാരത്തിൽ പാർക്കുന്ന സഭയല്ല, കുഞ്ഞാടുകളുടെയോ ചങ്ങാലികളുടെയോ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന സഭയല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന അതിന്റെ അനുഭവത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന സഭയാകുന്നു. ഇങ്ങനെ അനേക ഒരു കമ്പാരിസൺ യഹൂദന്മാരുടെ സഭയും ക്രിസ്തീയ സഭയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അവിടെ കൃത്യമായിട്ട് നടക്കുന്നത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് വായിച്ച് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് അവിടെ പറയുന്ന ഒരു ആശയം, തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭ. ഇത് വലിയൊരു ആശയമാണ്, രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭ എന്നത്. നമുക്കറിയാം, ഈ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ സഭ എന്നാണ് ഉണ്ടായത് എന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ പലരും പറയും അത് പെന്തിക്കോസ്തിയിലാണ് അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിലാണ് എന്നൊക്കെ പറയും. പക്ഷേ സുറിയാനി പിതാക്കന്മാർ സഭയുടെ സഭാ പാരമ്പര്യത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വിശുദ്ധനായ അപ്രേമും വിശുദ്ധനായ യാക്കോബും തുടങ്ങിയ പിതാക്കന്മാർ പറയുന്നത് സഭ എവിടെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സഭ കർത്താവിന്റെ കുരിശിൽ രൂപപ്പെട്ടതാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവന്റെ വിലാപ്പുറത്ത് ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തി എന്നും അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് അവിടെ വായിക്കുന്നുണ്ട്. ഈ രക്തവും വെള്ളവും അത് വിശുദ്ധ കുർബാനയായിട്ടും ആമോദീസയുടെ പ്രതീകമായിട്ടൊക്കെ അതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവിന്റെ വിലാപ്പുറത്തുകൂടെ സഭ രൂപക്കൊണ്ടു എന്ന് പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണം, അതായത് അത് ഈ ആദാമിനെയും ക്രിസ്തുവിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്. ആദാമിന്റെ വശത്തു നിന്നാണ് ആര് പുറപ്പെട്ടത്? ഹൗവ. 6-ാം ദിവസം ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണയെ ഒരുക്കി. അതെങ്ങനെയാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അവന്റെ ഒരു വാരിയലിനെടുത്ത് അവന്റെ തക്കതായ തുണ സ്ത്രീയെ അവിടെ രൂപപ്പെടുത്തി എന്ന് പറയും. ഇതേപോലെ ഈ ആദ്യ മനുഷ്യനായ ആദാമിൽ നിന്ന് ഹൗവ പുറപ്പെട്ടതുപോലെ രണ്ടാം ആദാമാകുന്ന ക്രിസ്തുവിൽ നിന്ന് സഭ പുറപ്പെട്ടു എന്നാണ്. അത് കുരിശിലാണ് അത് പുറപ്പെട്ടത് എന്ന് ആണ് അവർ പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് സഭ രൂപപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ കർത്താവിന്റെ കുരിശിലാണ് സഭ രൂപപ്പെട്ടത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ, അതുകൊണ്ടാണ് തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭ എന്ന ഒരു പ്രത്യേകമായ സൂചന. അത് അന്നത്തെ നമസ്കാരത്തിലൊക്കെ കൃത്യമായിട്ട് കാണുവാനായിട്ട് നമ്മൾ സാധാരണ നടത്തുന്ന ശ്രീവാ നമസ്കാരത്തിലല്ല, പ്രത്യേകിച്ച് അതിനു വേണ്ടി കൂദോശീത്തോയിൽ പ്രത്യേകിച്ച് നടത്തുവാനുള്ള ഒരു നമസ്കാരം തന്നെയുണ്ട്. അതിനെ പെങ്കീസ എന്നാണ് പറയുന്നത്. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടില്ല, സുറിയാനിയിൽ തന്നെയാണ് അത് പരിഭാഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭ എന്ന്. അത് നമ്മുടെ പ്രാർത്ഥനകളിലും അത് പ്രത്യേകിച്ച് കാണുവാനായിട്ട് കഴിയും. ഇനിയും പൗലോസ് അപ്പോസ്തലൻ 3 ഇമേജസ് ആണ് സഭയ്ക്ക് നൽകുന്നത്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ കർത്താവ് ശിരസും ക്രിസ്തു ശിരസും ശരീരം സഭയുമായിട്ടാണ് അദ്ദേഹം ചൂട്. അതുകൊണ്ട് അത് അഭേദ്യമായ ഒരു ബന്ധമായിട്ടാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം. അതായത് തലയില്ലാതെ ശരീരമില്ല, ശരീരമില്ലാതെ തലയുമില്ല. അത്രമാത്രം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് മണവാട്ടി എന്നുള്ളതാണ്. എങ്ങനെയാണ് അദ്ദേഹം ക്രിസ്തുവിന്റെ മണവാട്ടിയായി സഭ മാറുന്നത് എന്നത് ആണ് ഈ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭ എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട്. അതായത് ആദാമും ഹൗവായും എങ്ങനെയോ അതേപോലെ ക്രിസ്തുവും സഭയും എന്ന ഒരു പാരലിസം, ഒരു കമ്പാരിസൺ പ്രത്യേകിച്ച് അവിടെ നടത്തുന്നുണ്ട്. മൂന്നാമതായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സഭ ക്രിസ്തുവിന്റെ മന്ദിരമാണ് എന്ന് പറയുന്നുണ്ട്. മന്ദിരം. അപ്പോൾ മന്ദിരവും മണവാട്ടിയും ശരീരവുമാണ് സഭ എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രത്യേകിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും പ്രത്യേകിച്ച്
ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധവുമായിട്ടാണ് ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാധാരണ ഈ കെന്തായിലെ രാത്രി പ്രാർത്ഥനയിൽ അതിൽ ഒന്നാമത്തെ കൗമായിൽ ചെല്ലുന്ന ഒരു ഗീതമുണ്ട്. വിണ്ണുലകിൻ അരജൻ താൻ തൻ സഭയെ ആക്കി തൻ ആസ്ഥാനമെന്ന് നമ്മൾ ചെല്ലുന്നൊരു പാട്ടുണ്ട്. അവിടെ അദ്ദേഹത്ത് പറയുന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് അവിടെ പറയുക, കർത്താവിനോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയിൽ പോകട്ടെ എന്ന് അവിടെ പറയുക. അപ്പോൾ താൻ അതിൽ മേവിയിടുന്നു. കുർബാന ക്രമത്തില് കെന്തായുടെ രാത്രി പ്രാർത്ഥനയുടെ ഒന്നാം കൗമായിൽ ആ പാട്ട് പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, ക്രിസ്തുവിനോട് സംസാരിക്കേണ്ടുന്നവർ സഭയിലേക്ക് വരട്ടെ. അപ്പോൾ അവിടെ കർത്താവ് വസിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മന്ദിരമായിട്ട് സഭയെ അവിടെ സൂചിപ്പിക്കുകയാണ്. ഇനിയും അവിടെ തന്നെ ആ ഗീതത്തിൽ തന്നെ പറയുകയാണ്, അത് പറുദീസായാണ്, സഭ പറുദീസായാണ് എന്നവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിൽ മാമോദീസായും ഉണ്ട്, സഹതന്മാരുടെ തിരുശേഷിപ്പുകളുണ്ട്, അത് മാത്രമല്ല ബലിപീഠമുണ്ട്, പുരോഹിത വൃന്ദമുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇത് അപ്രേമിന്റെ ഒരു ഗീതത്തിന്റെ ആശയമാണ് അതിനകത്തുള്ളത്. സഭ എന്ന് പറയുന്നത് പറുദീസായുടെ സൂചനയാണ്. അത് പറുദീസ, അതായത് ദൈവം സ്ഥാപിച്ച ഏദൻ തോട്ടത്തിന് തുല്യമായിട്ടാണ് സഭയെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്, ഈ ഏദൻ തോട്ടവും പറുദീസയൊക്കെ ആണെങ്കിൽ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കലഹങ്ങളും ചണ്ടകളും ഒക്കെ ഉണ്ടാകുന്നതെന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. അതിനുള്ള ഉത്തരം, അതായത് സഭ അതിന്റെ സ്വകീയതയിൽ, അതിന്റെ ആന്തരികമായ വശത്ത് ഈ വിശുദ്ധി സൂക്ഷിക്കുന്നുണ്ട്. കർത്താവിന്റെ ശരീരവും മന്ദിരവും ഒക്കെ ആയിട്ട് അതിനൊരു കുറവും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന്റെ ഒരു ഉപരിപ്ലവമായ, അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുണ്ട്, അതിന്റെ ഭരണപരമായ കാര്യങ്ങൾ, ഹയറാർക്കിക്കൽ ലെവൽ എന്ന് പറയും. അവിടെയാണ് ഈ തർക്കവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ആന്തരികമായ വിശുദ്ധമായ വശത്തിന് യാതൊരു കോട്ടവും ഭവിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ ഭരണപരമായ തലങ്ങളിൽ, അതിന്റെ പ്രത്യക്ഷമായ ഇടപെടലുകളിലൊക്കെ തർക്കങ്ങളും കലഹങ്ങളും. അതുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കണം, സഭയും സമുദായവും എന്ന്. നമ്മള് ഇപ്പോഴൊക്കെ ഈ കേസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സഭാ കേസ് എന്ന്, പക്ഷേ സഭാ കേസ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. സമുദായത്തിന്റെ തർക്കങ്ങളോ അല്ലെങ്കിൽ സമുദായത്തിന്റെ കേസ് എന്നൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ് ഇങ്ങനെയൊക്കെ ചില തർക്കങ്ങൾ. എന്നാൽ അതിന്റെ സ്വകീയമായ തലത്തിൽ, അതിന്റെ ആന്തരികമായ വശത്ത് ഈ എല്ലാ വിശുദ്ധിയും നിലകൊള്ളുന്ന, ക്രിസ്തുവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തലമുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കണം. അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്ന സന്ദർഭത്തിലാണ് ഈ കൂദോശീത്ത പെരുന്നാൾ വളരെ അർത്ഥവത്തായിട്ട് തീരുന്നത്. ഇവിടെ നമ്മള് അതിലെ വായനകളിൽ പ്രത്യേകിച്ച് ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ കൃത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം അവിടെ പത്രോസിനോട് പറയുന്നതാണ്. ഫിലിപ്പിയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്നുണ്ട്, ജനക്കൂട്ടം എന്നെ ആരെന്നാണ് പറയുന്നത്. അതിന് അവർ മറുപടി പറയുന്നുണ്ട്, അതിന് വ്യത്യസ്തമായ മറുപടികളാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ. അവിടെയാണ് ആ വിശ്വാസത്തിന്റെ ആ ബലത്തിലാണ്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ സ്ഥിരതയിലാണ് സഭ രൂപം കൊണ്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. അല്ലാതെ പത്രോസിന് മാത്രം ലഭ്യമായ ഒന്നല്ല, അവൻ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ ആ ശ്രേഷ്ഠതയിലാണ് അത് ഉണ്ടാകുന്നത് എന്നത് കൂടെ പ്രത്യേകിച്ച് നമ്മൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കൂദോശീത്ത പെരുന്നാൾ അത് സഭയുടെ ശുദ്ധീകരണം, അത് നമ്മുടെയൊക്കെ ശുദ്ധീകരണമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വലിയ സന്ദർഭമായി തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിൽ പ്രിയപ്പെട്ട വിമലച്ചനോടും പ്രിയപ്പെട്ട ജോസഫ് അച്ഛനോടുമുള്ള സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തും. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ വിശദീകരിച്ച് തന്നെ അതിനെപ്പറ്റി പറഞ്ഞ, ആർക്കെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അച്ഛനോട് ഇതേപ്പറ്റി, അച്ഛൻ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
ആർക്കും സംശയങ്ങളും ചോദ്യങ്ങളും ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ, ഞങ്ങള് വിനു അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ സെമിനാരിയിലൊരു 2ാം വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വാർഡനായിട്ട് വന്ന അച്ഛനാണ് ഞങ്ങളെ ഹൂദായ കാനോനും സുറിയാനി ആരാധനയുടെ തിയോളജിയും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരുനാഥൻ കൂടിയാണ്. ഇത്തരം ഒരു കൂതോചിത്തയുടെ ദൈവശാസ്ത്രം എന്നൊരു വിഷയം നമ്മുടെ പള്ളിഭാഗം യുവജന പ്രസ്ഥാന അംഗങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ വന്ന ഒരു പേര് അച്ഛൻ്റെതാണ്. വളരെ മനോഹരമായി അച്ഛൻ അത് വ്യാഖ്യാനിച്ചു തന്നു. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് യാക്കോബിന്റെ ബോവൂസോ എന്ന് പറയുന്ന ഒരു തലക്കെട്ട്. സെറൂഗിലെ വിശുദ്ധ യാക്കോബാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെയാണ് അച്ഛന്റെ PhD പഠനത്തിൽ അച്ഛൻ എടുത്തിരിക്കുന്നത്. വളരെ റോമില് നമ്മുടെ സുറിയാനി ആരാധനയെ പറ്റി വളരെ ഗഹനമായി പഠനം നടത്തിയ ഒരു ബഹുമാനപ്പെട്ട വൈദികനാണ്. ശോഭനമായ ഒരു ഭാവി അച്ഛന് മുൻപോട്ടുണ്ട്. നമ്മുടെയൊക്കെയും പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കണം. സെമിനാരി അധ്യാപകനാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. പ്രത്യേകിച്ച് അതിന്റെ തിരക്കുകൾക്കിടയിലൊക്കെയും നമുക്ക് സമയം കണ്ടെത്തി വളരെ മനോഹരമായിട്ട് കുദോശിത ഞായർ വരുന്നേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ഇതിന്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ ബോധ്യപ്പെടുത്തി. ഹൃദയം നിറഞ്ഞ നന്ദി പള്ളിഭാഗം യുവജന പ്രസ്ഥാനത്തിന് വേണ്ടിയും കുടശനാട് ഇടവകയ്ക്ക് വേണ്ടി സമയത്ത് അറിയിക്കുന്നു. വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക അച്ഛൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തും ദൈവത്തിൽ മീറ്റിംഗ് കഴിഞ്ഞില്ലേ ബാബുജ?